വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് 1.5 ലക്ഷം രൂപയുടെ വൈദ്യുതി ബിൽ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോളി ക്രോസ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി. ഭീമമായ തുക ലഭിച്ചതിൽ വൈദ്യുതി വകുപ്പ് പീരുമേട് സെക്ഷനിൽ വിശദീകരണമടക്കം പരാതി നൽകിയെങ്കിലും വയോധികയ്ക്ക് സഹായമായ നടപടി ഉണ്ടായില്ല. വാഗമൺ വട്ടപ്പതാൽ കുരുവിള വീട്ടിൽ അന്നമ്മയ്ക്കാണ് 49,710 രൂപയുടെ വൈദ്യുതി ബിൽ കഴിഞ്ഞ മാസം 15-ാം തീയതി ലഭിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച അന്നമ്മ കൂലിപ്പണിക്കും മറ്റും പോയാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കൂലിപ്പണിക്കും പോകുന്നുമില്ല. മുൻപ് 200, 400 എന്നിങ്ങനെയുള്ള തുകകളാണ് വൈദ്യുതി ബിൽ ലഭിച്ചിരുന്നത്. കുറച്ചുനാൾ മുൻപ് ഇടിമിന്നലിൽ വീടിന്റെ വൈദ്യുതി മീറ്റർ കേടായിരുന്നു. വൈദ്യുതി വകുപ്പിൽ അറിയിച്ചതിനെ തുടർന്ന് ഇത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഭീമമായ വൈദ്യുതി ബിൽ വന്നതിന് ശേഷം ഇതു സംബന്ധിച്ച് അന്നമ്മ പീരുമേട് സെക്ഷൻ ഓഫീസിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ നടപടിയും ഉണ്ടായില്ല. വീണ്ടും പരാതി നൽകിയ സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ഉണ്ടായത്. പടവട വീട് മൊത്തം കിടന്ന് കുട്ടുങ്ങി. ഞങ്ങൾ പേടിച്ചു, ഇവിടെ നിന്ന് തീ പോലെയൊക്കെ വരുമല്ലോ. അങ്ങനെ സംഭവിച്ചതാ. അപ്പം എനിക്കറിയത്തില്ലല്ലോ, മീറ്റർ പെട്ടി വരയായിട്ടാണ്. അപ്പം നമ്പർ വീഴത്തില്ല. അങ്ങനെ ആയപ്പോൾ എൻ്റെ കറണ്ട് ബില്ല് വന്നപ്പോൾ 46,000 മേലിലായിരുന്നു പറഞ്ഞ് ബില്ല് വന്നപ്പോൾ ഞാൻ ഇത്രയും ഇതാകുകയില്ല, നമ്മളങ്ങനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് അത് പറ്റത്തില്ല, ഇത് ഞാൻ അടയ്ക്കണോ അല്ല ആരാ അടയ്ക്കുന്നത്, പറയുന്നില്ല അടയ്ക്കും. ഇവിടെ ലൈന സാറെന്ന് പറഞ്ഞാൽ അയ്യോ നിങ്ങൾ പാവാ, നിങ്ങൾക്ക് ഇങ്ങനെ കറണ്ടൊന്നും എടുക്കുന്നില്ലെന്ന് അവരെ വഴക്ക് പറയുക. അവിടെ ഇരിക്കുന്ന ആപ്പേ നമ്മൾ എന്നാൽ അവരടയ്ക്കട്ടെ, അല്ല ഞാൻ അടയ്ക്കണോ എന്നൊക്കെ വഴക്ക് പറയുക. എത്ര രൂപ ഇതിനു മുമ്പ് ബില്ല് വന്നോണ്ടിരുന്നത്? ബില്ല് ആദ്യം 285 വന്നത്. അത് കഴിഞ്ഞ് 300, 350, 400, 450 ഒരിക്കലും കൂടിയിട്ടില്ല. ഇപ്പം വന്നാൽ ഇങ്ങനെ വന്നാൽ ഒറ്റ മാസം അടയ്ക്കാതെ എടുത്തുമില്ല ബില്ല്. കറണ്ട് ബില്ല് ഞാൻ എങ്ങനെയാണ് അടയ്ക്കാതിരിക്കും? പോത്തുപാറ ഒരു ബില്ലും കൊണ്ട് ഞാൻ പോത്തുപാറ പോയി അടച്ചിട്ട് വരും. ചിലപ്പോൾ കുടിശ്ശിക അവിടെ കൂടുതൽ ഇട്ടിട്ട് എനിക്ക് ബില്ല് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇവിടെ മീറ്റർ നോക്കാൻ ആൾക്കാർ മീറ്ററിന്റെ കുഴപ്പം കണ്ടായി. കാരണം ഇങ്ങനെ വന്നാൽ ഒരു കുഴപ്പമില്ല. മീറ്റർ നോക്കാൻ ആൾ വരുമോ മാസം മാസം? ഇല്ല. പിന്നെ എങ്ങനെ ഇത്ര ബില്ലാന്ന് അറിയുന്നത് എങ്ങനെയാ? മീറ്ററിന്റെ ഇത് എനിക്കറിയാവോ, കറണ്ടിന്റെ എന്നാ കംപ്ലൈന്റ് തന്നെ എനിക്കറിയാവോ. ചേച്ചി ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. മീറ്റർ നോക്കി റീഡർ വരും ഇവിടെ, മീറ്റർ നോക്കാൻ ആൾ വരുമോ? അവൻ വരും വന്നിട്ട് പറഞ്ഞു ഇത് മീറ്റർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു. പാമ്പനാട്ടിന് ഒരാൾ വന്ന് എഴുതിയ അയാൾ പറഞ്ഞു മീറ്റർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെ അയാൾ എഴുതി വെച്ചിട്ട് പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് കംപ്ലൈന്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോയത്. അന്ന് തൊട്ട് കംപ്ലൈന്റ് കൊടുക്കും 4-5 പ്രാവശ്യം നടന്നു. ഞാൻ മടുത്ത് പറയാൻ നടന്നത്. അവരൊന്നിനും സമ്മതിക്കത്തില്ല. അപ്പൊ ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷവും മാസം മാസം ബില്ലടയ്ക്കുന്നുണ്ടായിരുന്നു? ബില്ലടയ്ക്കുക. അത് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മുമ്പർ വന്നു. ഇവിടുന്ന് മുമ്പർ അവിടെ വന്നപ്പോൾ പറഞ്ഞ് 1,500 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. മുമ്പറിന്റെ കയ്യിൽ നിന്ന് പൈസ ആയിട്ട് 1,500 രൂപ അടച്ച് മീറ്റർ കൊണ്ട് മാറ്റി വെച്ച് പിന്നെ ഒരു കുഴപ്പമില്ലാതെ 400, 430 വന്നുകൊണ്ടിരുന്നത്. ആ പൈസ അടച്ചുകൊണ്ടിരുന്നപ്പോൾ ഏപ്രിൽ മാസം തൊട്ട് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് വെച്ച് അവിടെ പോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവരുന്ന അടച്ചിട്ട് അവിടെ നിന്ന് അടയ്ക്കത്തില്ല. ഈ മൊത്തം അടയ്ക്കാൻ കണ്ടു തരികയില്ലെന്ന് പറഞ്ഞ് ഉടനെ കട്ടാക്കി. അവരെന്ത് കാരണം പറയുന്നത്? കാരണം മീറ്ററിന്റെ കുഴപ്പമാണ്. ഈ പഴയ വീട്ടിന്റെ അവര് പറയുന്നതാ എന്നായിരുന്നാലും ഈ 50,000 മൊത്തം അടയ്ക്കാൻ കറണ്ട് തരത്തില്ല. അപ്പൊ ഞാൻ 50,000 കറണ്ട് എടുക്കുന്നില്ല, എനിക്ക് ആവശ്യമില്ല. പിന്നെ ഞാനല്ല മീറ്ററിന്റെ കുഴപ്പമെന്ന് അവർക്ക് അറിയാം. അവരേ പറയുന്നുണ്ട് ഇടി വെട്ടി മണ്ണിന്റെ അകത്ത് താന്നു പോയതാന്ന് പറയുന്നത്. കറണ്ട് താന്നു പോയെന്ന് അവരേ പറയുന്നുണ്ട്. പിന്നെ അവർക്കെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം ഈ കറണ്ടിന്റെ കാര്യം എന്നാന്നുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്നില്ല. 7 മണിയാകുമ്പോൾ ഞങ്ങള് കഥ കൂട്ടി ഉറക്കാവും. ഇവിടെ അനക്കയില്ല. അപ്പൊ നേരത്തെ ഇടിവെട്ടി മീറ്റർ കേടായി പോയായിരുന്നു? മീറ്റർ കേടായി കഴിഞ്ഞിട്ട് മുമ്പർ പോയി ഇത് പൈസ അടച്ച് മുമ്പർ കുറച്ച് പൈസ ഒക്കെ അടച്ച് ആ പൈസ എല്ലാം തീർത്ത് എല്ലാം ക്ലോക്ക് ആക്കിയവര്. ഇനി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിട്ട് ആദ്യം ഇരുന്നവര്. അതെ, മീറ്റർ മാറി വെച്ചു. മീറ്റർ മാറി വെച്ച് മീറ്റർ മാറി വെച്ച ശേഷം ഇത്ര ബില്ല് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് കുറഞ്ഞു വന്ന് 400, 360 ഇങ്ങനെയൊക്കെ വന്നോണ്ടിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ ബില്ല് ഇപ്പൊ 47,000 രൂപ വന്നില്ലേ? ഇല്ല, ഇപ്പൊ 50,000 രൂപ ഒറ്റ പ്രാവശ്യം 46,000 വന്ന്. അതിൽ പിന്നെ അത് കൊണ്ടുവന്നപ്പോ മുമ്പ് ഇത് മാറ്റി വെച്ചാലും പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവര് മനപ്പുറം ഈ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. ആദ്യം ഇരുന്ന് പറഞ്ഞ പൈസ ഒന്നും അടയ്ക്കണ്ട. ഞാൻ ചോദിച്ചാൽ മീറ്റർ മാറി വെച്ചതിന് ശേഷമാണ് എത്ര ബില്ല് വന്നത്? അത് കഴിഞ്ഞ് 400, 430. ഈ 47,000 എപ്പോ വന്നില്ല? അതിന് മുമ്പേ വന്ന സാറേ. കഴിഞ്ഞ ഒരു ഇടി വെട്ടി ആ സമയത്ത് വന്ന ബില്ല് മീറ്റർ കേടായപ്പോ അന്നേരം വന്നതാ. 46 ഒറ്റ മാസം വന്നതാ. ഇടി വെട്ടിയതിന് ശേഷമാണോ വന്നത്? ഇടി വെട്ടി കഴിഞ്ഞ ഇത് വന്നത്.
ഈ ബില്ല് വന്നത്? പിന്നത് അന്നേരം അവർ വന്ന് എഴുതാൻ വന്ന ആൾ പറഞ്ഞ് മീറ്റർ ലൈനിൽ കേടായി, ഇത് നിങ്ങൾ ഒരു പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ മീറ്ററിൽ നമ്പർ വീഴത്തില്ല, വരയായിട്ട് വീണുകൊണ്ടിരുന്നു. അന്നേരം ഞാൻ ചോദിച്ചു പറഞ്ഞു മീറ്റർ കേടായി പോയി, ഇത്രയും ബില്ല് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മീറ്റർ മണ്ണിന്റെ അടുത്ത് താഴ്ന്നു വരാൻ കാരണുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ എഴുതി തന്നിട്ട് പോയി. അന്ന് തൊട്ട് ഞാൻ പരാതി കൊണ്ട് അവർ വന്നിട്ട് അത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങളുടെ പൈസ അടയ്ക്കണം അവർ പറയുന്നത്. ഇപ്പൊ വന്നവര് ആദ്യം ഒന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു, മുമ്പറോടെ പറഞ്ഞു ഒരു കുഴപ്പമില്ല. വൈദ്യുതി ലഭിച്ച അന്നു മുതൽ മുടക്കം കൂടാതെ ബിൽ അടച്ചു വന്നിരുന്നെന്നാണ് അന്നമ്മ പറയുന്നത്. നിലവിൽ വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ സഹായത്താലാണ് കഴിഞ്ഞുകൂടുന്നത്. രാത്രി സമയങ്ങളിൽ ഇഴജന്തുക്കളുടെ അടക്കം ശല്യവും ഉണ്ട്. വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ ഒറ്റപ്പതാനിലെ അന്നമ്മയുടെ ഈ വൈദ്യുതി കമ്മീഷൻ വിച്ഛേദിച്ചത് അത് ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ അവരോട് ചെയ്തൊരു ക്രൂരതയാണ്. ഇത് ശക്തമായ അന്വേഷണവും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയും വേണം. കാരണം അവർ ഒരു പാവപ്പെട്ട സ്ത്രീ മാത്രമല്ല, അവിടെ ഈ ഒരു അസുഖമുള്ള ഒരു കുട്ടി കൂടി അവർക്കുണ്ട്. വളരെ ദരിദ്രരായ കുടുംബമാണ്. ഇവർ ഈ അധിക ബില്ല് വന്നപ്പോൾ തന്നെ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിനെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടെ പോയി പോത്തുപാറയിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ ചെന്ന് ഇവരെ പറഞ്ഞതാണ് ആവശ്യമായ ക്രമീകരണം നടത്തണമെന്നും പറഞ്ഞു. ഒരു മുന്നറിയിപ്പ് ഒരു നോട്ടീസ് കൊടുത്ത് അന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഇവരുടെ ഈ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യുക. ഒരിക്കലും എനിക്ക് ബോധ്യമായത് ഇവർ ഉപയോഗിച്ച വൈദ്യുതി അല്ല. ഇതിന് നടപടി ഉണ്ടാകണം. പരാതിയുമായി KSEB സെക്ഷൻ ഓഫീസിലെത്തിയപ്പോൾ ധിക്കാരപരമായ സമീപനമാണ് ഉണ്ടായതെന്നും ഇവർ പറയുന്നു. നിലവിൽ ഭീമമായ തുക അടയ്ക്കാൻ തനിക്ക് നിർവാഹമില്ല. വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും തനിക്ക് ആവശ്യമായ നിലപാട് ഉണ്ടാകണമെന്നാണ് ഈ വയോധിക ആവശ്യപ്പെടുന്നത്. എന്നാൽ കുടിശ്ശിക വന്നതിനാലാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്നും പരാതിയിൽ അന്വേഷണം നടത്തുമെന്നും KSEB സെക്ഷൻ ഓഫീസിൽ നിന്നും വിശദീകരണവും ഉണ്ടായി. ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Future-proof your life and career. Holy Cross College of Management and Technology. Affiliated to Mahatma Gandhi University. Holy Cross College of Management and Technology. Puttadi PO, Vandanmede, Idukki.